ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്തിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ പഠനത്തിനായി 7-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കാം. രണ്ടാമത് കരടിയോട് സദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അതൊരു പാർശ്വമുയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയല് കടിച്ചു പിടിച്ചുകൊണ്ട് നിന്നു. അവർ അതിനോട് എഴുന്നേറ്റ് ധാരാളം മാംസം തിന്നുക എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വചനത്തിന്റെ വാതിലുകളെ ഞങ്ങൾക്ക് തുറക്കണമേ. ഇത് കേൾവിക്കാരുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാനും ദൈവജനത്തിന്റെ സത്യങ്ങളെയും ദൈവത്തിന്റെ പരമാധികാരത്തെയും ലോകരാജ്യങ്ങളുടെ പേരുള്ള കർത്താവിന്റെ കർത്തൃത്വത്തെയും മനസ്സിലാക്കുവാനും വിശ്വാസത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നാം കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി തീർന്ന ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരുന്ന 2 രാജ്യങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ രാജ്യമായിരിക്കുന്ന സിംഹപ്രതാപിയായ ബാബേൽ സാമ്രാജ്യത്തെ കുറിച്ചാണ്. ബാബേൽ സാമ്രാജ്യത്തെ കുറിച്ച് അനവധി പേരുകൾ വേദപുസ്തകത്തിൽ പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണ്ണ നഗരം എന്നും രാജാവിന്റെ പ്രധാന സ്ഥലമെന്നും മനോഹരമായ പ്രതാപശാലിയായ രാജ്യമെന്നും ഒക്കെയും വിവിധ പേരുകളിൽ ഈ രാജ്യത്തെ അറിയപ്പെടുന്നു. എന്നാൽ പ്രവാചകനായ യെരമ്യാവും യെശയ്യാവും പറഞ്ഞനുസരിച്ച് ആ രാജ്യം ലോകത്തിൽ തിരോത്ഥാനം സംഭവിച്ചു. രണ്ടാമത്തെ രാജ്യമായിരിക്കുന്ന മെദപോർഷ്യൻ കിങ്ഡം നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തിലെ വെള്ളി കൊണ്ട് കൈയും നെഞ്ചും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 2ാമത്തെ സാമ്രാജ്യത്തെ കുറിച്ചാണ് അത് കാണാൻ കഴിയുന്നത്. 2ാമത്തെ സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്ന ഒരു അറ്റം ഉയർത്തി, ഒരു പാർശ്വം ഉയർത്തി നിൽക്കുന്നു. പാർശ്വം ഉയർത്തി നിൽക്കുന്നത് കാണിക്കുന്ന പേർഷ്യർ മേദ്യരെക്കാൾ ശക്തന്മാരായതുകൊണ്ടാണ് ഡൊമീനിയൻ എന്നുള്ള വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പരമാധികാരം എന്നുള്ള വാക്കാണ്. വായിൽ 3 വാരിയല്ലുകൾ കടിച്ചു പിടിച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞുവെങ്കിൽ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. മെദപേർഷ്യൻ സാമ്രാജ്യത്തിലെ കംബിസസ് സെക്കൻഡ് കോരസ് അധികാരത്തിൽ വന്നപ്പോൾ 558 BC 558 BCയിൽ 546 ആദ്യം താന് ലിഡിയൻ സാമ്രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അതിനുശേഷമായിട്ട് 539 കൽദയ രാജ്യത്തെ കീഴ്പ്പെടുത്തി. അതിനുശേഷം 525 ഈജിപ്തിനെ കീഴ്പ്പെടുത്തി. അപ്പോൾ ഈ 3 സാമ്രാജ്യങ്ങളാണ് വാരിയല്ല് പോലെ മൗത്തായി തന്റെ വായിൽ ഇരിക്കുന്നത് എന്നാണ് ആ ഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഴുന്നേറ്റ് ധാരാളം മാംസം തിന്നുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ 2 ലക്ഷത്തിൽ പരം സൈന്യത്തെ അണിനിരത്തിയെങ്കിൽ തന്നെയും ബാബേൽ സാമ്രാജ്യത്തെ പൂർണ്ണമായി നിശേഷം നശിപ്പിച്ചു കളയാൻ തക്കവണ്ണമുള്ള അധികാരവും ശക്തിയും അവർക്കുണ്ടായിരുന്നു. അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, അതിനോട് എഴുന്നേറ്റ് ധാരാളം മാംസം തിന്നുക എന്ന് പറഞ്ഞു. ഇവിടെ മാംസം തിന്നുക എന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് ടു കോൺകർ ആൻഡ് കിൽ എന്നുള്ളതാണ്. മെദപേർഷ്യ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അനേക ക്രൂരമായിരിക്കുന്ന മസക്ര അല്ലെങ്കിൽ കൂട്ടക്കൊലകൾ നടത്തുകയും അവർക്കെതിരായി നിന്ന ബാബേൽ സാമ്രാജ്യത്തിലെ അനേകായിരങ്ങളെ നിഷ്കരുണം വധിക്കുകയും 10,000-കണക്കിന് ആൾക്കാരെ ബന്ദികളാക്കി മാറ്റി, അടിമകളാക്കി മാറ്റുകയും ചെയ്തതായിട്ട് ചരിത്രങ്ങളിൽ അവകാശപ്പെടുന്നു.
അങ്ങനെ ഏകദേശം 200-ൽ പരം വർഷം മെദപേർഷ്യൻ രാജ്യം ലോകത്തെ ഡൊമീനിയൻ അധികാരം സ്ഥാപിച്ചു. അതിനുശേഷമാണ് മൂന്നാമത്തെ സാമ്രാജ്യമായിരിക്കുന്ന ഗ്രീക്കോ മാസിഡോണിയൻ എംപയർ അല്ലെങ്കിൽ യവന സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്നു. ഈ യവന സാമ്രാജ്യത്തെ കുറിച്ച് പറയപ്പെടുമ്പോൾ യവന സാമ്രാജ്യത്തിന് പ്രത്യേകമായ ചില ക്യാരക്ടറിസ്റ്റിക്സുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില പ്രത്യേക വിശേഷതകളെ കുറിച്ചാണ് 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ. പിന്നെ പുള്ളിപ്പുളിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടാകും, മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഈ മാസിഡോണിയൻ കിങ്ഡത്തെ കുറിച്ച് അല്പം ചില ചരിത്ര കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്യുന്നത് നമ്മുടെ പഠനത്തിന് ഉതകുന്നതായിരിക്കും. ഞാൻ ഈ മാസിഡോണിയൻ സാമ്രാജ്യത്തെ കുറിച്ച് ഹെറോഡോട്ടസിന്റെയും അതുപോലെ തന്നെ ആന്റിക്വിറ്റീസിൽ ജോസിഫസും പറഞ്ഞ ചില കാര്യങ്ങൾ സംക്ഷിപ്തമായിട്ട് ഞാനൊന്ന് പറയാം. 12-ാം നൂറ്റാണ്ടിൽ ട്രോജൻ, ഹോമർ എന്നീ 2 രാജാക്കന്മാരാൽ 2 വ്യക്തികളാൽ ഏകദേശമൊക്കെ സ്ഥാപിക്കപ്പെട്ട ഒരു സാമ്രാജ്യമായിരുന്നു ഗ്രീക്ക് സാമ്രാജ്യം എന്ന് പറയാം. ട്രോജന്റെയും ഹോമറിന്റെ ഇലിയഡ് ആൻഡ് ഒഡീസി എന്ന് പറയപ്പെടുന്ന പ്രസിദ്ധമായ സാഹിത്യം വളരെ ലോക ചരിത്രത്തിൽ അറിയപ്പെടുന്ന 2 സാഹിത്യങ്ങളാണ്. ആ സാഹിത്യമാണ് പല രാഷ്ട്ര നേതാക്കന്മാരും ആപ്തവാക്യമായിട്ട് ഉപയോഗിക്കാനിടയായിത്തീർന്നു. സകല ഭീരുത്വവും നശിച്ചു പോകട്ടെ, സകല ഭയങ്ങളും ഓടിപ്പോകട്ടെ എന്ന് പറയപ്പെടുന്ന ഹോമറിന്റെ കൊട്ടേഷൻസ് ഉദ്ധരണിയാണ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾക്ക് പോലും ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന പുസ്തകം. ഇത് ദാവീദിന്റെയും ശലോമോന്റെയും ഏകദേശം സമകാലീന ചരിത്രങ്ങളാണ്. അതായത് ദാവീദ് ഭരണത്തിൽ വരുമ്പോഴും അതിനുശേഷം ശലോമോൻ ഭരണത്തിൽ വരുമ്പോഴും ഒക്കെയും ഈ ട്രോജൻ ചക്രവർത്തിമാരും അതുപോലെ തന്നെ ഹോമറിന്റെ ചരിത്രം ഉണ്ടായിരുന്നു എന്നാണ് ലോക ചരിത്രം അവകാശപ്പെടുന്നത്. ഒളിമ്പ്യാഡ് 776 BC-യിൽ ഹെലനിസ്റ്റിക് സ്റ്റേറ്റ് ആരംഭിക്കുന്ന ഒളിമ്പ്യാഡ് എന്ന് പറയപ്പെടുന്ന ആളാണ് BC 776. ആ ഒളിമ്പ്യാഡ് ചരിത്രം BC 776 മുതൽ BC 500 വരെയുള്ള കാലഘട്ടമാണ്. എന്നാൽ അതിനുശേഷം നടന്ന പേർഷ്യൻ യുദ്ധങ്ങൾ, പേർഷ്യക്കാരുമായി നടന്ന യുദ്ധങ്ങൾ 500 മുതൽ 331 വരെ അനവധി യുദ്ധങ്ങൾ നടക്കുവാനിടയായിത്തീർന്നു. പ്രധാന യുദ്ധം മാരത്തോൺ യുദ്ധമാണ്, BC 490-ലാണ്. അതിനുശേഷം സലാമീസ് യുദ്ധം നടക്കുവാനിടയായിത്തീർന്നു. തെർമോപാലെ യുദ്ധങ്ങളും നടക്കുവാനിടയായിത്തീർന്നു. ഇങ്ങനെ അനവധി യുദ്ധങ്ങൾ നടന്നതായിട്ട് ചരിത്രങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ഗ്രീക്ക് മാസിഡോണിയൻ സാമ്രാജ്യം ആരംഭിച്ചത് ഫിലിപ്പ് ഓഫ് മാസിഡോണിയാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായിരിക്കുന്ന ഫിലിപ്പ് 359 മുതൽ 336 വരെ ലോക ചരിത്രത്തിൽ താൻ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഗ്രീക്ക് മാസിഡോണിയൻ സാമ്രാജ്യം. ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് എന്നാക്കി മാറ്റിയതും ഈ ഫിലിപ്പ് രാജാവാണ്. തന്റെ മകനായിരുന്ന അലക്സാണ്ടറിനെ താൻ പരിശീലിപ്പിച്ചു. തന്റെ ആഗ്രഹം നിറവേറ്റുവാൻ വേണ്ടി തന്നെ അധികാരത്തിൽ റീജന്റ് ആയിട്ട് കൊണ്ടുവന്നതായിട്ടും ചരിത്രം പറയുന്നു. അതിനുശേഷമാണ് അലക്സാണ്ടറിനെ കുറിച്ച് കാണാൻ കഴിയുന്നത്. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ. BC 336 മുതൽ BC 323 വരെയുള്ള കാലഘട്ടത്തിൽ ലോക ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്വിഫ്റ്റായി വേഗത്തിൽ ആക്രമണം നടത്തുന്ന ശക്തനായ ഒരു ആക്രമണകാരിയായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ. BC 343 തന്റെ 13-ാമത്തെ വയസ്സിൽ താൻ അരിസ്റ്റോട്ടിലിന്റെ കീഴിൽ തത്വശാസ്ത്രങ്ങളും പാഠങ്ങളും പഠിക്കുവാൻ തുടങ്ങി.
ഫിലിപ്പ് തന്നെ കോ റീജന്റ് ആയിട്ട് നിയമിച്ചു. ഫിലിപ്പ് 60 വയസ്സായപ്പോൾ 20-ാം വയസ്സിൽ പിതാവിന്റെ മരണാനന്തരം താൻ സർവ്വ സൈന്യാധിപനായി. BC 334 3500-ൽ പരം പടയാളികളുമായിട്ട് ഹെലൻസ്പോർട്ട് എന്ന് പറയുന്ന നദി കടന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ആദ്യമായി താൻ ആക്രമിച്ചു. അങ്ങനെ ഏഷ്യ മൈനറിലെ ഗ്രാനിക്കസിൽ വെച്ച് പേർഷ്യൻ സൈന്യത്തെ പരാജയപ്പെടുത്തി. അതിനുശേഷം ഗോഡിയൻ നോട്ട് എന്ന് പറയപ്പെടുന്ന പ്രസിദ്ധമായിരുന്ന സൈന്യ സമൂഹത്തെയും സിയൂസ് ടെമ്പിളിനെയും താൻ തകർത്തു. പിന്നെ തുടർന്ന് മെഡിറ്ററേനിയൻ കോർണർ ഭാഗങ്ങളൊക്കെ താൻ ആക്രമിച്ചു കീഴ്പ്പെടുത്തി. 6 ലക്ഷം പേർഷ്യക്കാർ ദാരിവേഷ് മൂന്നാമന്റെ കൈക്കീഴിൽ അലക്സാണ്ടറിനെതിരായി സൈന്യം അണിനിരത്തിയെങ്കിൽ തന്നെയും അവരെ എല്ലാം നിഷ്പ്രയാസം താൻ പരാജയപ്പെടുത്തി അധികാരം താൻ പിടിച്ചെടുത്തു. എന്നാൽ ദാരിവേഷ് മൂന്നാമൻ പരാജയപ്പെട്ടു എങ്കിൽ തന്നെയും താൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് ശൂഷൻ രാജധാനിയിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിച്ച് അവിടെ നിന്ന് പേർഷ്യയിലെ ഒരു പുതിയ സൈന്യത്തെ രൂപീകരിക്കുവാൻ താൻ തീരുമാനപ്പെടുത്തി. തുടർന്ന് അലക്സാണ്ടർ സോറിന് നേരെ യുദ്ധത്തിന് പോയി. സോറിന് നേരെ തിരിഞ്ഞ് ഫൊണീഷ്യൻ തീരങ്ങൾ ആക്രമിച്ചതായിട്ട് ചരിത്രം പറയും. തുടർന്നാണ് ടയർ അല്ലെങ്കിൽ സോർ. വിശുദ്ധ വേദപുസ്തകത്തിൽ അനവധി പ്രവചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് സോറിനെ കുറിച്ച്. ഇംഗ്ലീഷിൽ അതിന് ടയർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 13 മുതൽ 15 വരെയും പറയപ്പെട്ടിരുന്ന പ്രവചന അടിസ്ഥാനത്തിൽ BC 740-ൽ അലക്സാണ്ടർ ചക്രവർത്തി സോറിനെ ആക്രമിച്ചു. ആ സോറിനെ ആക്രമിക്കുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി അതിലെ കല്ലുകളെല്ലാം പറക്കി കടലിലിട്ട് കളയും എന്ന് 100 വർഷങ്ങൾക്ക് മുമ്പട്ട് പ്രവാചകനായ യെശയ്യാവ് സോറിനെ കുറിച്ച് പ്രവചിച്ച അടിസ്ഥാനത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെ പറഞ്ഞിരിക്കുന്ന പ്രവചനം അക്ഷരം പ്രതി BC 740-ൽ അലക്സാണ്ടർ ചക്രവർത്തി സോറിനെ നിരോധിച്ച് അതിനെ ആക്രമിച്ച് അതിലെ മണ്ണെല്ലാം കുഴിച്ച് വലിയ കുഴികളാക്കി മാറ്റിയതായിട്ടും പറയുന്നു. അതിനുശേഷം 686-ൽ യെരുശലേമിന്റെ അധപ്പതനത്തിന് മുമ്പാണ് എസെക്കിയേൽ പ്രവാചകൻ ഈ വിഷയത്തെ കുറിച്ച് പ്രവചിച്ചത്. എസെക്കിയേലിന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 7 മുതൽ 11 വരെയും അതിന്റെ 14-ാം വാക്യത്തിലും എസെക്കിയേൽ പ്രവാചകൻ ഇങ്ങനെയാണ് പ്രവചിച്ച സോറിനെ കുറിച്ച് നാശകൻ സോറിനെതിരെ വരുന്നു. സക്കറിയാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ 3-4 വാക്യങ്ങൾ അതിനെ ഇളക്കി കടലിലിടുമെന്ന് സക്കറിയാ പ്രവാചകൻ പറഞ്ഞ അനുസരിച്ച് BC 332-ൽ സോറിനെ പിന്നെയും അലക്സാണ്ടർ ചക്രവർത്തി രണ്ടാമതും ആക്രമിച്ച് അതിന്റെ കൊത്തളങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. എസെക്കിയേൽ 27:32-ൽ പറഞ്ഞ പ്രകാരം 7 മാസം സോറിനെ നിരോധിച്ചതിന് ശേഷം 8000-ൽ പരം ആൾക്കാരെ സോറിലെ ആൾക്കാരെ കൊല ചെയ്യുകയും 30,000-ൽ പരം ആൾക്കാരെ അടിമകളാക്കുകയും ചെയ്തു അലക്സാണ്ടർ. അലക്സാണ്ടറിന്റെ ആക്രമണ ചരിത്രങ്ങൾ സോറിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ഒരു വലിയ നേട്ടമായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ സോർ എന്ന് പറയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ സമൃദ്ധമായ ഐശ്വര്യമുള്ള, അത് മാത്രമല്ല വാണിജ്യപരമായി വളരെ ഉന്നമനമുള്ള ഒരു രാഷ്ട്രമായിരുന്നു സോർ എന്ന് പറയപ്പെടുന്നത്. ഏകദേശം 9 മാസം അതിനെ നിരോധിച്ചതിന് ശേഷം ഇതെല്ലാം അക്ഷരീകമായിട്ട് എസെക്കിയേൽ, സെക്കറിയാവ്, യെശയ്യാവ് മുതലായ പ്രവാചകന്മാർ അക്ഷരമായി സോറിനെതിരെ കടന്നു വരുന്നതിനെ കുറിച്ച് പ്രവചിക്കുവാനിടയായിത്തീർന്നു. പക്ഷേ സോറിന്റെ അഹങ്കാരം നിൽക്കുവാൻ കഴിഞ്ഞില്ല. സോർ അത് കേൾക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ സോറിനെ ആക്രമിച്ച് അതിനെ കീഴ്പ്പെടുത്തിയത് അലക്സാണ്ടർ ചക്രവർത്തിക്ക് ആ ദേശങ്ങളിലെ ഒരു വലിയ ആധിപത്യമായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു വൻ നേട്ടമായി കണക്കാക്കി. സോറിനെ ആക്രമിച്ചതിന് ശേഷം പിന്നെ താൻ അലക്സാണ്ടർ ആക്രമിക്കുവാൻ വരുന്നത്
യെരുശലേമിനെയാണ് ആക്രമിക്കാൻ എത്തി. എന്നാൽ യെരുശലേമിനെ ആക്രമിക്കാൻ എത്തിയപ്പോൾ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ജോസീഫസിന്റെ ആന്റിക്വിറ്റീസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അതിന്റെ 11ാമത്തെ പാർട്ടിൽ 8-5 ഭാഗങ്ങളിൽ 2 പ്രത്യേക കാര്യങ്ങൾ അലക്സാണ്ടർ സോറിനെ ആക്രമിക്കാൻ വന്നപ്പോൾ യെരുശലേമിനെ ആക്രമിക്കാൻ വന്നപ്പോൾ നടന്ന ഒരു വലിയ സംഭവം വിഷയം രേഖപ്പെടുത്തി. അതിങ്ങനെയാണ്. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്ന സൻബലത്ത് എന്ന് പറയപ്പെടുന്നയാള് നെഹമ്യാവ് യെരുശലേമിന്റെ മതിലുകൾ പണിയാൻ തുടങ്ങിയപ്പോൾ മതിൽ പണിക്കെതിരായി നിന്ന വ്യക്തിയായിരുന്നു സൻബലത്ത് അൻതോബിയാദിൽ. സൻബലത്ത് എന്ന് പറയപ്പെടുന്നയാള് 100 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട തന്നെ സൻബലത്ത് എന്ന് പറയപ്പെടുന്ന ആളുടെ സന്തതി പരമ്പരയിൽപ്പെട്ട മനശ്ശെ എന്ന് പറയപ്പെടുന്ന ഒരാള്, അദ്ദേഹത്തെ കുറിച്ച് ആ ചരിത്രം അവകാശപ്പെടുന്നുണ്ട്. നിക്കാസോ എന്നൊരു മകൻ തനിക്കുണ്ടായിരുന്നു. ഈ സൻബലത്തിന് നിക്കാസോ എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജാഡുവ എന്ന് പറയപ്പെടുന്ന ഒരു മഹാപുരോഹിതന്റെ വിവാഹം കഴിച്ച ഒരു മകളും ഉണ്ടായിരുന്നു. അത് മനശ്ശെയുടെ സഹോദരനായിരുന്നു. അലക്സാണ്ടർ സോറിനോട് യുദ്ധം ചെയ്യുമ്പോൾ ഏകദേശം 700-ൽ പരം പട്ടാളക്കാരുമായി തന്നെ സഹായിക്കാമെന്ന് ജാഡുവ പുരോഹിതന്റെ നേതൃത്വത്തിൽ മനശ്ശെ ചെന്ന് അലക്സാണ്ടറോട് അപേക്ഷിച്ചു. എന്നാൽ അലക്സാണ്ടർ അന്ന് രാത്രിയിൽ യെരുശലേമിനെ യുദ്ധം ചെയ്യാൻ വരുന്ന ആ കാലഘട്ടത്തിൽ താൻ ഒരു സ്വപ്നം കാണുവാനിടയായി. ഒരു ശുഭ്രവസ്ത്രധാരിയായ ഗൗൺ ധരിച്ച ഒരു മഹാപുരോഹിതൻ തന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് താൻ കണ്ടു. അങ്ങനെ യെരുശലേമിനെ ആക്രമിക്കുവാൻ അലക്സാണ്ടർ ചക്രവർത്തി നേരിട്ട് വരുമ്പോൾ ജാഡുവ എന്ന് പറയപ്പെടുന്ന മഹാപുരോഹിതൻ, ജാഡുവ എന്നും പറയും, ജാഡുവ എന്നും പറയാം, ജാഡുവ എന്ന് പറയുന്ന മഹാപുരോഹിതൻ നേരെ ചെന്ന് പുരോഹിതൻ ചെന്ന് അലക്സാണ്ടറെ ചെന്ന് കാണുമ്പോൾ മനസ്സിൽ കണ്ട കഴിഞ്ഞ ദിവസത്തെ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ ജാഡുവ പുരോഹിതനെ നമസ്കരിച്ചു, സല്യൂട്ട് ചെയ്തു എന്നാണ് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, അലക്സാണ്ടറിന് മനസ്സിലായി തന്റെ പട്ടാള മേധാവിത്യം അല്ലെങ്കിൽ താൻ ഇപ്പോൾ നയിക്കപ്പെടുന്ന പട്ടാള ആധിപത്യം എന്ന് പറയപ്പെടുന്നത് അത് ദൈവത്താൽ തന്നെയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഇറ്റ്സ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗോഡ് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അലക്സാണ്ടർ യഹൂദന്മാരെ ആക്രമിക്കാതെ ദേവാലയത്തിൽ ചെന്ന് ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം കാണിച്ചു എന്നാണ് യോസീഫസ് ആന്റിക്വിറ്റീസ് 11-ാം പാർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ യഹൂദന്മാർക്ക് തുടർന്ന് മതപരമായ ആചാരങ്ങൾ നടത്തുവാനുള്ള അനുവാദം നൽകിയെന്നും ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈജിപ്തിനെ ആക്രമിച്ച് അവിടെ നിന്ന് അലക്സാണ്ട്രിയ എന്നൊരു പട്ടണം താൻ സ്ഥാപിച്ചു. ഈ അലക്സാണ്ട്രിയ എന്ന പട്ടണം താൻ സ്ഥാപിക്കുവാൻ കാരണം ഒരു സാംസ്കാരിക കേന്ദ്രം, ഒരു വിദ്യാഭ്യാസ കേന്ദ്രം അവിടെ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. പിന്നെ ടോളമിയുടെയും ഒക്കെ കാലഘട്ടത്തിൽ അലക്സാണ്ട്രിയയിൽ വലിയൊരു ഗ്രന്ഥശാല, ഒരു ലൈബ്രറി ഉണ്ടായതായിട്ടും അവിടെ 72-ൽ പരം പണ്ഡിതന്മാരെ, ഗ്രീക്ക് ഹെബ്രായ പണ്ഡിതന്മാരെ വെച്ചുകൊണ്ട് എബ്രായ ബൈബിളും അന്നത്തെ സമകാലീന ചരിത്രത്തിലുണ്ടായ നീതിശാസ്ത്രപരമായ പുസ്തകങ്ങളും കൂടെ ഗ്രീക്ക് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി, അതാണ് സെപ്റ്റുവജന്റ് അല്ലെങ്കിൽ ഈ സപ്തതി എന്ന് പറയപ്പെടുന്ന ബൈബിളിന്റെ യവന പരിഭാഷ എന്ന് പറയപ്പെടുന്നത്. ഇത് അലക്സാണ്ട്രിയൻ ലൈബ്രറിക്ക് വേണ്ടി, അങ്ങനെയാണ് പ്രസിദ്ധമായ അലക്സാണ്ട്രിയൻ ലൈബ്രറി ഉണ്ടായത്. ലോകത്തിലെ പഠന കേന്ദ്രങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും ശക്തമായിരുന്നതും ലോക ചരിത്രത്തിൽ പാഠ്യവിഷയങ്ങളിൽ അലക്സാണ്ട്രിയൻ യൂണിവേഴ്സിറ്റിയെ പോലെ അല്ലെങ്കിൽ വിശ്വവിദ്യാലയത്തെ പോലെ ലോക ചരിത്രത്തിൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്തിയ ഒരു ഗ്രന്ഥശാലയോ ആ
ഒരു പഠന കേന്ദ്രമോ ലോകത്തിൽ പിന്നെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ ഭാഗത്തേക്ക് പിന്നെ മുൻപോട്ട് പോകട്ടെ. അങ്ങനെ തുടർന്ന് അർബല്ല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് രണ്ടാമതും അതോ മൂന്നാമത്തെ പ്രാവശ്യമോ അലക്സാണ്ടർ ചക്രവർത്തി ദാരിവേഷ് മൂന്നാമനുമായിട്ട് ശക്തമായ യുദ്ധം നടന്നു, അർബല്ല എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വെച്ച്. അങ്ങനെ അർബല്ലയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ പേർഷ്യൻ സൈന്യത്തെ പൂർണ്ണമായി താൻ പരാജയപ്പെടുത്തി. അതിനുശേഷം പരാജയപ്പെടുത്തി ദാരിവേഷ് അവിടുന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ തന്റെ പട്ടാളത്തിലെ ഒരു വ്യക്തിയായിരുന്ന ബൊസസ് എന്ന് പറയപ്പെടുന്ന ഒരു പട്ടാള മേധാവി ദാരിവേഷിനെ കൊല ചെയ്തു. അങ്ങനെ താൻ കൊല്ലപ്പെട്ടു എങ്കിൽ തന്നെയും അലക്സാണ്ടർ ചക്രവർത്തി ദാരിവേഷിന് നല്ലൊരു ശവസംസ്കാരം, ഫ്യൂണറൽ സർവീസ് നൽകുവാനിടയായി. തുടർന്ന് അലക്സാണ്ടർ ബാബേലിൽ ചെന്ന ബാബേലിന്റെ അധികാരം ഏറ്റെടുത്തു. അധികാരം ഏറ്റെടുക്കുക മാത്രമല്ല, ശൂഷൻ രാജധാനിയിൽ താൻ എത്തിയതിനു ശേഷം 170 മില്യൺ ഡോളറിന്റെ സ്വർണം ശൂഷൻ രാജധാനിയിൽ ഞാൻ കണ്ടെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. 170 മില്യൺ ഡോളറിന്റെ സ്വർണം ബാബേൽ ശൂഷൻ രാജധാനിയിൽ അന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതെല്ലാം അലക്സാണ്ടർ ചക്രവർത്തി ഏറ്റെടുക്കുകയും വെള്ളിയും സ്വർണവും എല്ലാം അവിടുന്ന് അപഹരിച്ചതിന് ശേഷം താൻ അനേകരെ മസക്ര കൂട്ടക്കൊല ചെയ്യുകയും രാജകൊട്ടാരം തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് താൻ ഈസ്റ്റ് ഇൻഡീസിലേക്ക് ആക്രമണത്തിനായി പോകുന്നു. ആ ഈസ്റ്റ് ഇൻഡീസിലേക്ക് താൻ ചെന്ന് അറേബ്യ, കാർത്തേജ്, പടിഞ്ഞാറൻ യൂറോപ്പ് ഇവിടെയെല്ലാം ആക്രമിച്ച് തന്റെ ആധിപത്യം സ്ഥാപിച്ച് അവിടെയെല്ലാം ഹെലനിസ്റ്റിക് സംസ്കാരം സ്ഥാപിക്കുവാൻ താൻ പരിശ്രമിച്ചു. പക്ഷെ താൻ ആഗ്രഹിച്ച് താൻ മുൻപോട്ട് പോകുന്നുവെങ്കിൽ തന്നെയും തന്റെ ആഗ്രഹങ്ങൾ വിഫലമായി മാറിപ്പോയി. തന്റെ ആഗ്രഹം നിറവേറിയില്ല. BC 323 ബാബിലോണിലേക്ക് താൻ തിരിച്ചു. ഒരു പുതിയ വാണിജ്യ രാജ്യം താൻ സ്ഥാപിക്കുന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ട് താൻ മുൻപോട്ട് പോകവേ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 20 മുതൽ 22 വരെ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം, ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ BC 30 തന്റെ 32-ാമത്തെ വയസ്സിൽ താൻ അവിടെ വെച്ച് മരണമടഞ്ഞതായിട്ടാണ് പറയുന്നത്. അങ്ങനെ മരണമടഞ്ഞ ഒരു ചരിത്രമാണ് നാം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പുള്ളിപ്പുലിക്ക് സദൃശമായ ഒരു രാജ്യം, പുള്ളിപ്പുലിക്ക് സദൃശമായ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ ചരിത്ര ഭാഗങ്ങളെല്ലാം തന്നെ തന്റെ വേഗത, സ്വിഫ്റ്റ്നെസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. താൻ അതിവേഗത്തിൽ പോയി ആക്രമിക്കുവാനും തന്റെ ആക്രമണത്തിന് മുമ്പാകെ പിടിച്ചു നിൽക്കുവാൻ കഴിവുള്ള ഒരു ശക്തിയും ലോകചരിത്രത്തിലില്ലായിരുന്നു. ലോകചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയെ ആക്രമിക്കുവാൻ വേണ്ടി ഹൈബർ പാസ്, ബോലാൻ പാസ് വരെ താൻ വന്നുവെങ്കിൽ തന്നെയും അന്ന് നന്ദന്മാരുടെ ശക്തമായ ഒരു ഭരണകൂടം അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതുകൊണ്ട്, അത് മാത്രമല്ല താൻ വരുന്ന വഴിയിൽ വെച്ച് തനിക്ക് ജ്വരം ബാധിച്ച് താൻ ലോകത്തോട് യാത്ര പറഞ്ഞു. പിന്നെ യുദ്ധം ചെയ്യാൻ കഴിഞ്ഞില്ലെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ താൻ ആ രാജ്യത്തേക്ക് മടങ്ങിപ്പോയി എന്നുള്ള ഭാഗങ്ങളാണ് ചരിത്രം അവകാശപ്പെടുന്നത്. അങ്ങനെ ലോക ചരിത്രത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, താൻ യോർദാന്റെ തീരത്ത് എന്നിട്ട് യോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോൾ, യോർദാനെ നീ ഒരു സാമ്രാജ്യമായിരുന്നുവെങ്കിൽ നിന്നെയും ഞാൻ ആക്രമിച്ചേനേം എന്ന് ചരിത്രം പറയുന്നു. അതിനുശേഷം ചില H.G. വെൽസ് പോലെയുള്ള ചില ചരിത്രകാരന്മാർ അദ്ദേഹത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുന്നത്, ഈ അലക്സാണ്ടർ ചക്രവർത്തി യുദ്ധം ചെയ്യുവാൻ സ്ഥലമില്ലാതെ നിരാശനായി തീർന്നു എന്നതിനെ കുറിച്ചും ചരിത്രം പറയുന്നു. അങ്ങനെ ഉള്ളത്തിലൊരു തീജ്വാല, ആക്രമണത്തിന്റെ തീജ്വാലയുമായി ലോകത്തിൽ ഒരു പുള്ളിപ്പുലിയെ പോലെ, ലിപ്പേർഡിനെ പോലെ ലോക ചരിത്രത്തിൽ നിന്ന് അതിശക്തനായ ഒരു ഭരണാധികാരിയും ആക്രമണകാരിയുമായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ്. 6-ാം വാക്യം, പിന്നെ അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. പക്ഷിയുടെ 4 ചിറകെന്ന് പറയുന്ന
രണ്ട് വ്യാഖ്യാനങ്ങളാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അതിന്റെ വേഗതയാണ് കാണിക്കപ്പെടുന്നത്. അതിന് വേദപുസ്തകത്തിൽ ധാരാളം തെളിവുകൾ ഹാജരാക്കുവാൻ കഴിയുന്നുണ്ട്. വേദപുസ്തകത്തിൽ ഈ പക്ഷിയുടെ 4 ചിറകുകൾ, ഇതിന്റെ 4 ശക്തിയെക്കുറിച്ചാണ്, ലോകത്തിലെ സാമ്രാജ്യങ്ങളെ അവർ കീഴ്പ്പെടുത്തിയതിനെ കുറിച്ചാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഞാനത് വായിച്ചു കേൾപ്പിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിപ്പാൻ കഴിയുന്നത്. ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആക്രമണത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, വലിയ ചിറകും നീണ്ട തൂവലുമുള്ളതും പല നിറമായ പപ്പ് നിറഞ്ഞ വലിയൊരു കഴുകൻ ലെബാനോനിൽ വന്ന് ഒരു ദേവദാരുവിന്റെ ശിഖരമെടുത്ത് അതിന്റെ അറ്റം മുറിച്ച് കച്ചവടമുള്ള ഒരു ദേശത്ത് കൊണ്ട് എന്ന കച്ചവടക്കാരുടെ പട്ടണത്തിൽ നട്ടു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയപ്പെടുന്നത്, വലിയ ചിറകും നീണ്ട തൂവലുമുള്ളതായി പല നിറമുള്ളതായ ഒരു വലിയ കഴുകൻ ലെബാനോനിൽ നിന്ന് വരുമെന്ന്. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ, ഞങ്ങളെ പിന്തുടർന്നവർ കഴുകലിലും വേഗതയുള്ളവരെന്നും അലക്സാണ്ടറിന്റെ ആക്രമണത്തെ കുറിച്ച് യെരമ്യാവും പറയുന്നുണ്ട്, എസെക്കിയേലും പറയുന്നു. അപ്പോൾ ഈ പറയപ്പെട്ടിരിക്കുന്ന 4 ചിറകുകൾ എന്ന് പറയപ്പെടുന്ന അലക്സാണ്ടറിന്റെ വേഗതയെ കുറിച്ചാണ്. എന്നാൽ ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് 4 കമാൻഡേഴ്സ് ആണ്. പക്ഷെ ആ കമാൻഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുപോയി എന്ന് രേഖപ്പെടുത്തുമ്പോൾ അത് കൺഫ്യൂഷനായി മാറും. അതുകൊണ്ട് ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന 4 ചിറകുകൾ എന്ന് പറയപ്പെടുന്ന അതിവേഗത്തിൽ, സാധാരണ കഴുകന് 2 ചിറകുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ 4 ചിറകുകൾ കാണിക്കുന്ന അതിന്റെ അതിവേഗതയെ കാണിക്കുന്ന ആക്രമണത്തിന്റെ വേഗതയാണ്. ഒരു രാജ്യം ആക്രമിക്കുവാൻ താൻ തീരുമാനിച്ചു മുന്നോട്ട് വരുമ്പോൾ തന്റെ മുമ്പിൽ നിൽക്കുന്ന എത്ര ശക്തമായ രാഷ്ട്രമായിരുന്നാൽ തന്നെയും പൊടുന്നതിനെ ആക്രമിച്ച് ക്ഷണനിമിഷം കൊണ്ട് അതിനെ തകർത്ത് കളയുവാനിടയായിത്തീരും. അങ്ങനെയുള്ള ക്ഷണനേരത്തേക്കുള്ള ആക്രമണത്തെയാണ് അത് കാണിപ്പാനിടയായിത്തീരുന്നത്. അതിന് അതിശേഷമായിട്ട് BC 331 BC 2000-ൽ പരം വർഷത്തിന് ശേഷം ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചും ഒക്കെ രേഖകൾ പറയുന്നുണ്ട്. ഇനിയും വർഷങ്ങൾ ഇത് കഴിഞ്ഞുവെങ്കിൽ തന്നെയും ഈ സാമ്രാജ്യത്തിന്റെ അധപ്പതനം സംഭവിച്ചിട്ടില്ല. ഈ സാമ്രാജ്യത്തെ കുറിച്ച് മനുഷ്യരാരും വ്യാഖ്യാനിക്കാതെ ദൈവാത്മാവ് തന്നെ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ അതിന്റെ 7-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യ 8-ാം വാക്യത്തിലും അതുപോലെ തന്നെ അതിന്റെ 15 മുതലുള്ള വാക്യത്തിലും ദാനിയേൽ, ഞാനോ ഉള്ളിൽ മനസ്സിൽ വ്യസനിച്ച് എനിക്കുണ്ടായ ദർശനങ്ങളാൽ ഞാൻ പരവശനായി അരികെ നിൽക്കുന്ന ഒരുത്തനെ അടുക്കൽ ചെന്നവനോട് ഈ എല്ലാറ്റിന്റെയും സാരമെന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ പറയുന്ന വാക്കാണ് 17-ാമത്തെ വാക്യത്തിൽ, ഈ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാർ. ഈ 4 രാജാക്കന്മാരിൽ 3 രാജാക്കന്മാർ, അതിൽ 2 രാജാക്കന്മാർ ദാനിയേലിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. 3-ാമത്തെ രാജാവായിരിക്കുന്ന ലിപ്പാഡ് അല്ലെങ്കിൽ പുള്ളിപ്പുലിക്ക് സദൃശ്യമായിരിക്കുന്ന സാമ്രാജ്യം ഭാവിയിൽ ദാനിയേലിന്റെ മരണാനന്തരം വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കും. ദാനിയേലിന് ശേഷം ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷം ഇത് സംഭവിച്ചു ചരിത്രത്തിൽ. 18-ാം വാക്യം, എന്നാൽ അത്യുന്നതനായവൻ എന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജത്വം അനുഭവിക്കും. ഇനി ഒരു നിത്യരാജ്യത്വമുണ്ട്, എറ്റേണൽ കിങ്ഡം ഉണ്ട്. ഈ സാമ്രാജ്യങ്ങളൊക്കെയും പറഞ്ഞ് പര്യവസാനിച്ചില്ല. ഇനി 4-ാമത്തെ സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അലക്സാണ്ടർ ചക്രവർത്തിയും അല്ലെങ്കിൽ അലക്സാണ്ടറിന്റെ സാമ്രാജ്യത്തെയും മാസിഡോണിയൻ പേർഷ്യൻ കിങ്ഡത്തെയും
മെദപേർഷ്യൻ കിങ്ഡം ആൻഡ് മാസിഡോണിയൻ കിങ്ഡം അല്ലെങ്കിൽ ഗ്രീക്ക് രാജ്യവും അലക്സാണ്ടറിന്റെ രാജ്യവും മെദപേർഷ്യൻ കിങ്ഡവും തമ്മിൽ നടക്കുന്ന സംഘട്ടനങ്ങളെ കുറിച്ചാണ് 8-ാം അധ്യായത്തിൽ ആലങ്കാരിക ഭാഷയിൽ ആട്ടുകൊറ്റനായിട്ടും കോലാട്ടുകൊറ്റനായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാം. അതിന്റെ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ ചിന്തിക്കാം. ദാനിയേൽ എനിക്ക് ആദിയിൽ ഉണ്ടായതിനു ശേഷം ബെൽശസ്സർ രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ 7-ാം അധ്യായത്തിൽ വായിക്കുന്ന ബാബേൽ രാജാവ് ബേൽശസ്സറിന്റെ 1-ാം ആണ്ടിൽ 1-ാം ആണ്ടിലെ വിഷയവും അതിനുശേഷം 2 വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഈ ദർശനം ഉണ്ടാകുന്നത്. 1-ാം ആണ്ടിലെ 7-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ദർശനങ്ങൾ തനിക്കുണ്ടായത് ബേൽശസ്സർ രാജാവിന്റെ അല്ലെങ്കിൽ ബാബേലിലെ അവസാനത്തെ രാജാവായിരുന്ന ബേൽശസ്സറിന്റെ ഭരണത്തിന്റെ 1-ാം വർഷം. 8-ാം അധ്യായത്തിലെ ദർശനം ബേൽശസ്സർ രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ഉണ്ടായ ദർശനമാണ്. ഞാൻ ആ ദർശനം ഏലാം സംസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ, ഏലാം സംസ്ഥാനം എന്ന് പറയപ്പെടുന്ന മെസപ്പൊട്ടേമിയൻ സംസ്ഥാനം, സിറിയ, ഏഷ്യ ഇതെല്ലാം കൂടെ ചേർന്ന് ഇന്ന് കാണപ്പെടുന്ന ഒരു പ്രത്യേക രാജ്യമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, യിരെമ്യാവിന്റെ പുസ്തകം 49-ന്റെ 34-39 ഈ വാക്യങ്ങളെല്ലാം ഏലാം രാജ്യത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിരുന്നപ്പോൾ ഞാനിത് കണ്ടു. സൂസ രാജധാനി എന്നാണ് മെദപേർഷ്യൻ രാജധാനിയെ കുറിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് വസിക്കുന്ന ഭവനത്തിന് വൈറ്റ് ഹൗസ് എന്ന് പറയപ്പെടുന്ന പോലും അങ്ങനെ ഓരോ രാജ്യങ്ങളും അവരുടെ ഭരണാധികാരികൾ, പ്രധാന ഭരണാധികാരികൾ വസിക്കുന്ന പ്രത്യേക രീതിയിൽ പേരുകളാൽ അറിയപ്പെട്ടിരുന്നായിരുന്നു. അങ്ങനെ താൻ ഊലാ നദീതീരത്ത് നിൽക്കുമ്പോൾ ദർശനത്തിൽ കണ്ടു. ഞാൻ നോക്കിയപ്പോൾ 2 ആട്ടുകൊറ്റൻ നദീതീരത്തിൽ നിൽക്കുന്ന, 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്തിൽ നിൽക്കുന്നത് കണ്ടു. റാം. ആ കൊമ്പുകൾ നീണ്ടവയായി, ഒന്ന് മറ്റതിനേക്കാൾ അധികം നീണ്ടത്. 7-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന പാർശ്വം ഉയർത്തി നിൽക്കുന്ന അതേ എക്സ്പ്ലനേഷനാണ് ഇവിടെയും പറയുന്നത്. മേദ്യരെക്കാൾ ഡൊമീനിയൻ അധികാരമുള്ളവരായിരുന്നു പാർശ്യർ. ഒന്ന് മറ്റവയേക്കാൾ നീണ്ടവനെന്ന്, നീണ്ട കൊമ്പെന്ന് 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് ഒരു കോൺഫെഡറേറ്റഡ് രാജ്യം അല്ലെങ്കിൽ സംയുക്ത രാഷ്ട്രമായിരുന്നു മെദപേർഷ്യൻ രാഷ്ട്രമെങ്കിൽ തന്നെ പേർഷ്യൻ സാമ്രാജ്യത്തിനായിരുന്നു അധികാരം കൂടുതലുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 75-ാം സങ്കീർത്തനത്തിൽ കൊമ്പ് കാണിക്കുന്ന അധികാരത്തെയാണ്, ശക്തിയാണ്, പ്രതാപത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഈ കൊമ്പ് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കൊമ്പ് അധികാരത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെ അധികാരത്തിൽ അതിശക്തമായി നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഒന്ന് മറ്റതിനേക്കാൾ അധികം നീണ്ടത്, അത് ഒടുക്കം മുളച്ചവയായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യം 2ാമത് വന്നതാണ്. നാം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ദാരിവേശിന്റെ വാഴ്ച കാലഘട്ടം വരെയും അവിടെ വായിക്കാൻ കഴിയുന്ന, ഇനി അത് മാത്രമല്ല 5-ാം അധ്യായത്തിന് 31-ാം വാക്യത്തിൽ മേദ്യനായ ദാരിവേശ് അധികാരത്തിൽ 62 വയസ്സുള്ളവനായി. അപ്പോൾ ഈ വാക്യം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയപ്പെട്ടിരിക്കുന്ന നീളമുള്ള കൊമ്പ് അല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യം മേദ്യർക്ക് ശേഷം വന്നവരാണ്. ആദ്യം വന്ന് മേദ്യനായ ദാരിവേശാണ്. അതിനുശേഷം അധികാരം പേർഷ്യക്കാരുടെ കൈവശങ്ങളിലേക്ക് വന്നു. അതാണ് നീളമുള്ള കൊമ്പായി മാറിയത്. അതാണ് 7-ാം അധ്യായത്തിൽ പാർശ്വം ഉയർത്തി നിൽക്കുന്നത്. 4-ാം വാക്യം 8-ാം അധ്യായത്തിൽ, ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്ന ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അതിന് മുമ്പാകെ നിൽക്കുവാൻ കഴിഞ്ഞില്ല, അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാനും കഴിഞ്ഞില്ല. അതിഷ്ടം പോലെ വമ്പ് കാട്ടിപ്പോ.
അപ്പോൾ ഇതെല്ലാം ഈ ലോക ചരിത്രത്തിൽ മേദ്യരും പേർഷ്യരും ലോക ചരിത്രത്തെ 200 വർഷക്കാലം എങ്ങനെയാണ് നിയന്ത്രിച്ചതെന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ആശയമാണ് ദാനിയേൽ നൽകുന്നത്. ദാനിയേൽ ഈ പ്രവചനം പറഞ്ഞതിന് ശേഷം എത്ര വർഷം ജീവിച്ചിരുന്നു എന്നതിനെ കുറിച്ച് നമുക്കറിയുന്നില്ല. പക്ഷെ തന്റെ മരണാനന്തരമാണ് ഈ പ്രവചനങ്ങൾ അക്ഷരീകമായി നിറവേറിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 208 209 വർഷം കൃത്യമായിട്ട് ലോക ഭരണത്തെ അല്ലെങ്കിൽ ലോക ചരിത്രത്തെ നിയന്ത്രിച്ച ആക്രമണകാരികളായിരുന്നു മേദ്യ പേർഷ്യ. അവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും ഇടിക്കുന്ന കണ്ടു എന്ന് പറയുന്ന ആക്രമണത്തെ കാണിക്കുന്നത്. They conquered ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് സകല രാജ്യങ്ങളെ അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർക്കെതിരായി നിന്ന എല്ലാ രാജ്യങ്ങളുടെ മേലും ആധിപത്യം അവർ സ്ഥാപിച്ചു. അങ്ങനെ അവർ ഇടിച്ച് ലോക സാമ്രാജ്യങ്ങളെ ചവിട്ടി മെതിച്ച് അവരുടെ കൈക്കീഴാക്കി മാറ്റി എന്നതിനെ കുറിച്ചാണ് 4-ാം വാക്യം വായിക്കുന്നത്. ഇഷ്ടംപോലെ വമ്പ് കാട്ടിപ്പോന്നു. വമ്പ് കാട്ടുക എന്ന് ഉപയോഗിച്ചിരിക്കുന്നതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് they boast themselves. അവർക്ക് തങ്ങളുടെ ഇഷ്ടം പോലെ അധികാരം സ്ഥാപിക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നു. പേർഷ്യക്കാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ കാണിച്ച ക്രൂരതകളെ കുറിച്ച് അനേക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതൊന്നും നമുക്കിപ്പോൾ വിവരിക്കുവാൻ നമുക്ക് സമയമില്ല. ലോകത്തിൽ ഒരുപാട് ക്രൂര ഭാവങ്ങൾ അവർ വെളിപ്പെടുത്തുവാനിടയായി. അവർക്കെതിരായി നിന്ന വ്യക്തികളെ നിഷ്കരുണം അവർ കൊല ചെയ്യുക മാത്രമല്ല, ഏതൊക്കെ രീതിയിലുള്ള പ്രതിരോധ നടപടികൾ അവർ സ്വീകരിക്കണമോ അതെല്ലാം അവർ സ്വീകരിപ്പിച്ചുകൊണ്ടാണ് ലോകത്തെ കീഴ്മേൽ മറിച്ചത്. എന്നാൽ ദൈവം പറഞ്ഞതനുസരിച്ച് ദാനിയേൽ കണ്ട ദർശനം അനുസരിച്ച് 5-ാം വാക്യം 8-5 വായിക്കുന്നത്, ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിലം തൊടാതെ സർവഭൂതലത്തിൽ. 7-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന പുള്ളിപ്പുലി 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ കണ്ട താമ്ര രൂപം, നെഞ്ചും അരയും, താമ്രം, അതുപോലെ പുള്ളിപ്പുലി, അതുപോലെ തന്നെ ആട്ടുകൊറ്റൻ, ഇത് മൂന്നും ഒന്ന് തന്നെ. നെബൂഖദ്നേസർ സ്വപ്നത്തിൽ കണ്ട താമ്രം, അതുപോലെ തന്നെ ദാനിയേൽ 7-ാം അധ്യായത്തിൽ കണ്ട പുള്ളിപ്പുലി, ദാനിയേൽ 8-ാം അധ്യായത്തിൽ കണ്ട ആട്ടുകൊറ്റൻ, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. അതുപോലെ 2-ാമത്തെ മൃഗമായി നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തിലെ വെള്ളി, കൈയും നെഞ്ചും വെള്ളി. അതിനുശേഷം ദാനിയേൽ 7-ാം അധ്യായത്തിൽ കണ്ട ബീറല്ലെങ്കിൽ കരടി, അതുപോലെ 8-ാം അധ്യായത്തിൽ കണ്ട ആട്ടുകൊറ്റൻ. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. 3-ാമത്തെ മൃഗമായിരിക്കുന്ന പുള്ളിപ്പുലിയും താമ്രവും കോലാട്ടുകൊറ്റനും ഒന്നാണ്. അതിനെക്കുറിച്ചുകൂടെ പറയുന്നത് 7-ാം അധ്യായത്തിൽ 4 ചിറകതിന്റെ വേഗതയെ കുറിച്ച് പറയുമ്പോൾ 8-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്നത് നിലം തൊടാതെ സർവഭൂതലത്തിലും കൂടി വരുന്ന ഒരു കോലാട്ടുകൊറ്റൻ. അപ്പോൾ ആട്ടുകൊറ്റൻ വേറെ, കോലാട്ടുകൊറ്റൻ വേറെ. ആട്ടുകൊറ്റൻ ഇംഗ്ലീഷിൽ റാം എന്നുള്ള വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. അത് മേദ്യ പേർഷ്യ കിങ്ഡത്തെ കുറിച്ച് പറയും. എന്നാൽ കോലാട്ടുകൊറ്റന് ഗോട്ട് എന്നുള്ള വാക്ക്, ഹി ഗോട്ട് എന്നുള്ള വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. അത് മാസിഡോണിയൻ അലക്സാണ്ടർ ചക്രവർത്തിയാണ് കാണിക്കുന്നത്. അത് നിലം തൊടാതെ വേഗത്തിൽ വരികയാണ്. അതിവേഗത്തിൽ വന്ന് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന 5-ാം വാക്യം. കോലാട്ടുകൊറ്റന്റെ കണ്ണുകളുടെ നടുവിൽ നിന്ന് വിശേഷമായ ഒരു കൊമ്പുണ്ടായിരുന്നു. ഇനി ഇതിന്റെ വ്യാഖ്യാനം 8-ാം അധ്യായത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ദാനിയേൽ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നെന്ന് പറഞ്ഞു. 17-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ,
അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് വീണു. അവൻ എന്നെ തൊട്ടെഴുന്നേൽപ്പിച്ചു. ദർശനത്തിന്റെ വലിമയ നിമിത്തം, ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ ഡ്രീം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ദാനിയേലിനെ തനിക്ക് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ താൻ ബോധം കെട്ട് വീണു എന്നാ കൊടുത്തിരിക്കുന്നത്. ബോധം കെട്ട് നിലത്ത് വീണ് അവനെ തൊട്ട് എഴുന്നേൽപ്പിച്ചു നിർത്തി. പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിന്റെ അന്ത്യകാലത്തിൽ സംഭവിക്കാനെങ്കിൽ അതിനെ ഗ്രഹിപ്പിക്കും. അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. എന്നിട്ട് കോലാട്ടുകൊറ്റനെ കുറിച്ചും ആട്ടുകൊറ്റനെ കുറിച്ചുമുള്ള വ്യാഖ്യാനം ദൂതൻ പറയുകയാണ്. 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസി രാജാക്കന്മാർ. കണ്ടോ? പരിവരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവ്. അതിന്റെ നടുവിലുള്ള വലിയ കൊമ്പ് 1ാമത്തെ രാജാവ്. വളരെ നിഷ്പ്രയാസമായിട്ട് വ്യാഖ്യാനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പരിവരുത്ത കോലാട്ടുകൊറ്റൻ എന്ന് പറയപ്പെടുന്നത് യവന രാജാവായിരിക്കുന്ന രാജാക്കന്മാരെ കുറിച്ച്. അതിന്റെ നടുവിലെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് എന്ന് പറയപ്പെടുന്നത് അലക്സാണ്ടർ ചക്രവർത്തി, അതിന്റെ 1ാമത്തെ രാജാവ്. അത് തകർന്ന ശേഷം അതിനുശേഷം 4 കൊമ്പ് മുളച്ചു വന്നോ, 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും. അതിന്റെ ശക്തിയോടെ അല്ലാതാൻ 7-ാം അധ്യായത്തിൽ ഈ 3ാമത്തെ രാജ്യത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: 4 ചിറക്, 4 തല. അപ്പോൾ ഈ 7-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന 4 തലയും 8-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന 4 കൊമ്പും ഒരു കാര്യത്തെയാണ് അനുസ്മരിപ്പിക്കുന്നത്. 7-ാം അധ്യായത്തിൽ പറയപ്പെടുന്നത് 4 തലയുണ്ടായിരുന്നു, ആധിപത്യം ലഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് ഇങ്ങനെയാണ്, അതിന്റെ വിവരണം. അത് തകർന്ന ശേഷം, അതായത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണാനന്തരം, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, തന്റെ മരണശേഷം അതിനുശേഷം 4 കൊമ്പ് മുളച്ചു വന്നു. 4 ജനറൽസ് വരുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 ഭരണാധികാരികൾ വരുന്നു. 4 പേരെ ആധിപത്യത്തിലേക്ക് വരുന്നു. കസാൻഡർ, സെലൂക്കസ്, ലിസിമാക്കസ് ആൻഡ് ടോളമി. ഈ 4 ഭരണാധികാരികൾക്കായി തന്റെ രാജ്യം വിഭജിച്ചു നൽകുന്നു. അതുകൊണ്ടാണ് ആ ഭാഗത്ത് 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും. മാസിഡോണിയൻ രാജ്യത്തിൽ നിന്ന് ഉത്ഭവിക്കുമെങ്കിൽ തന്നെയും അത് അതിന്റെ ശക്തിയോടെയല്ല. എന്ന് പറഞ്ഞാൽ അലക്സാണ്ടറിന്റെ മക്കളല്ലായിരിക്കും, ആ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മക്കളല്ലായിരിക്കും. ഈ കസാൻഡറും സെലൂക്കസും ലിസിമാക്കസും ടോളമിയും ഇവരാരും തന്നെ അലക്സാണ്ടറിന്റെ സന്തതി പരമ്പരയിൽ പെട്ടവരല്ലായിരുന്നു. അവർ അവന്റെ കമാൻഡേഴ്സ് ആയിരുന്നു, അവന്റെ അധികാരികളായിരുന്നു എന്ന് മാത്രമേ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയത്തുള്ളൂ. അലക്സാണ്ടറിന്റെ മരണശേഷമായിട്ട് ഈ 4 സാമ്രാജ്യങ്ങളും, അല്ലെങ്കിൽ ഈ രാജ്യം, മാസിഡോണിയൻ കിങ്ഡം 4ആയി വിഭജിച്ചു. ടോളമി ഈജിപ്തിലെ തലസ്ഥാനമായി അതിന്റെ അധികാരികളുമായി മാറി. തന്റെ പിൻഗാമികൾക്ക് അറിയപ്പെടുന്ന ടോളമി 1-ാമൻ, 2-ാമൻ, 3-ാമൻ, 8-ാമൻ വരെയായി. ടോളമി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ക്ലെയോപാട്ര. AD 30 അവസാന ഭരണാധികാരിയായി തീർന്നു. BC 30 അതിന്റെ അവസാനം പരിണമിച്ചു. അതിനുശേഷം 2-ാമത്തെ ഭരണാധികാരിയായിരുന്നു സെലൂക്കസ്. അന്ത്യോക്യ രാജധാനിയാക്കി, സിറിയയിലെ അന്ത്യോക്യ രാജധാനിയാക്കി ഭരണം നടത്തി സെലൂക്കസ്. സെലൂക്കസിന് ശേഷം സെലൂക്കസ് നിക്കേറ്റർ 312 മുതൽ 280 വരെ ഭരണം നടത്തി. സെലൂക്കസിന്റെ പിൻഗാമികൾക്ക് ആന്റിയോക്കസ് എന്നും സെലൂക്കസ് എന്നും പേര് വരുവാനിടയായി. അതിലെ ഏറ്റവും പ്രമാദമായ ഭരണാധികാരിയായിരുന്നു ആന്റിയോക്യസ് എപ്പിപ്പാനസ്. അദ്ദേഹത്തെ ചരിത്രം പറയപ്പെടുന്ന ഭ്രാന്തൻ എന്നാണ്. അദ്ദേഹമാണ് യെരുശലേം ദേവാലയത്തിൽ ശൂന്യമാക്കിയതും അതിനകത്ത് പന്നികളെ ബലിയർപ്പിച്ചതും വിഗ്രഹങ്ങൾ വെച്ചതും
അതുകൊണ്ടാണ് അതിനെ ശുദ്ധീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് യഹൂദന്മാർ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന പ്രതിഷ്ഠോത്സവം ആചരിച്ചത്. പ്രതിഷ്ഠോത്സവം ആചരിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ആന്റിയോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്നയാള് യെരുശലേം ദേവാലയത്തെ അശുദ്ധമാക്കിയത് കൊണ്ട് ജൂഡ എന്ന് പറയപ്പെടുന്ന ആളിന്റെ നേതൃത്വത്തിലുള്ള ആ മക്കാബിയൻ റിവോൾട്ട് കാലഘട്ടത്തിൽ അവർ യെരുശലേം ദേവാലയത്തെ വീണ്ടും തിരിച്ചു പിടിച്ച് അതിനെ ശുദ്ധീകരിച്ച ശുദ്ധീകരണ ഉത്സവത്തിനാണ് പ്രതിഷ്ഠോത്സവം എന്ന് പറയപ്പെടുന്നത്. മൂന്നാമത്തെ വ്യക്തിയാണ് ലിസിമാക്കസ്. ത്രാസൻ ബിഥുന്യായിൽ തന്റെ ഭരണം നടത്തി. അതിനുശേഷം നാലാമത്തെ ഭരണാധികാരിയായിരുന്നു കസാൻഡർ മാസിഡോണിയ. ഇങ്ങനെ 4 ജനറൽമാർക്കായിട്ട് തന്റെ സാമ്രാജ്യം വിഭജിച്ചു നൽകി. ഈ 3 രാജ്യങ്ങളും അക്ഷരീകമായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിൽ തന്നെയും ഇത് ഭാവിയിൽ വരും. 4ാം സാമ്രാജ്യത്തെ കുറിച്ച് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഈ ലോക രാജാക്കളിൻ ഭരണകാലത്ത് അന്ത്യത്തിൽ ഇനി ഒരു 10 രാജ്യ സംഘടനയും 10 പേരുകളുടെ സംഭരണയും ഒക്കെ വരുന്നതായിട്ട് നമുക്ക് നാളത്തെ പഠനത്തിൽ ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇവനെ കേട്ട് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കാൻ ഇടയാക്കണമേ. കർത്താവ് നിത്യമായ ഒരു രാജ്യം സ്ഥാപിക്കാൻ വരുന്നുള്ളതിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങി കാത്തിരിപ്പാൻ സഹായിക്കുക. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ.